Recording in progress. നമസ്കാരം. നമ്മൾ ഇന്ന് അക്കൗണ്ട് ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ പേപ്പറായ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കേരള അക്കൗണ്ട് കോഡ് എന്നീ രണ്ട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബേറാക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, കാരണം അത് ഹയർ പേപ്പറിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തിയില്ല, അത് വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എപ്പിസോഡ് 1 തുടങ്ങുന്നത്. ക്ലാസ്സുകൾ ബ്രീഫായിട്ട് പറയും. അതിനോടനുബന്ധിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും അഡീഷണൽ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യും. ആ രീതിയിലാണ് ക്ലാസ് പോകുന്നത്. ഓഡിയോ ക്ലാസ്സുകളാണ്. നമുക്ക് വീട്ടിൽ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ 2-3 തവണ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ അടുപ്പത്തിലാവും. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാവുന്നതാണ്. ഇപ്പം നമുക്ക് പണ്ട് കാലത്ത് ഉള്ള പരീക്ഷ പോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയല്ല, ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളാണ്. അപ്പോൾ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷകൾ എഴുതാൻ കഴിയുള്ളൂ എന്നതാണ് ഒരു സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ ക്ലാസ് ഇടുന്നത് ലാസ്റ്റ് പേപ്പറാണ്. ബാക്കി എല്ലാ പേപ്പറുകളും എൻ്റെ ക്ലാസ്സുകളായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി വരുന്നത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചെയ്യാനുണ്ട്. അത് ഓരോ സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ പേപ്പറിനും ചെയ്യും. പിന്നെ ഫിനാൻഷ്യൽ കോഡിൻ്റെ ബഡ്ജറ്റ് മാനുവലിൽ ഒരു അല്പം തീരാണ്ട്, അതും ഇട്ടോളൂ. പിന്നെ ക്ലാസ്സുകൾ ഇതൊക്കെയാണ്. MOP കഴിഞ്ഞു, KER കഴിഞ്ഞു, KSR കഴിഞ്ഞിട്ടുണ്ട്, ട്രഷറി കോഡ് കഴിഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ കോഡ് തീരാൻ പോകുന്നു. പിന്നെ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആരംഭിക്കുന്നു. ഓക്കെ, നമുക്ക് നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുക. മറ്റൊന്ന്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വെറുതെ ഒരു ആഗ്രഹമാണ്. നമുക്കൊരു ഇപ്പോൾ ഒരു 60,000-അടുത്ത് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഒരു 1 lakh സബ്സ്ക്രൈബർ വരണമെന്നൊരു ആഗ്രഹം, വെറുതെ നമുക്ക് നമ്മളുടെ ചാനൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് കേൾക്കുന്നവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. നമുക്ക് നേരെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമൊക്കെ പറയുന്നുള്ളൂ. അക്കൗണ്ടിങ് ആണ് മെയിനായിട്ട് വരുന്നത്. ഓഡിറ്റും അക്കൗണ്ട്സും ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. കേരള അക്കൗണ്ട് കോഡ് ഇത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കഴിഞ്ഞിട്ടാണ് കേരള അക്കൗണ്ട് കോഡ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ സർക്കാരും സ്ഥാപനങ്ങളും ആകുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ സംഭവമാണ്. ഇപ്പം സമഗ്രമായ പരിശോധനയിലൂടെ മാത്രമേ ശരിക്കും ഏതൊരു കാര്യങ്ങളുടെയും ലാഭനഷ്ടങ്ങളും ഇടപാടുകളിലെ സുതാര്യതയൊക്കെ നമുക്ക് ബോധ്യമാവുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ പരിശോധനയാണ് ശരിക്കും ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കാർ അക്കൗണ്ടും ട്രാൻസാക്ഷനും എല്ലാം ആദ്യഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് കൈകാര്യം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും. ട്രഷറികൾ, പിന്നെ വിവിധ വകുപ്പുകൾ തുടങ്ങിയവയും ഈ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഈ അക്കൗണ്ടുകളാണ് പിന്നീട് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടന്റ് വകുപ്പും പിന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ കേന്ദ്ര അക്കൗണ്ടിംഗ് സംഘടനകളും വിശദമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ശരിക്കും ഈ സാമ്പത്തിക നിയന്ത്രണത്തിനുള്ള ഒരു അടിസ്ഥാന ഉപകരണമാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ നടക്കുന്ന ഒരു കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പണമിടപാട് പരിശോധന മാത്രമല്ല, മറിച്ച് ചെലവഴിച്ച ഓരോ തുകയും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയോ, പിന്നെ വഴിവിട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ കാലങ്ങളിലെ ഓഡിറ്റൊക്കെ. മറ്റൊന്ന്, ഇതിൽ ഒരു ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും അതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
സർക്കാരിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണ് ഉത്തരവാദി? പ്രായോഗികമല്ലാത്ത പദ്ധതികളായിട്ട് പണം ചെലവഴിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ മറ്റാരെങ്കിലുമോ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ? തുടങ്ങിയവയൊക്കെ ഈ ഇക്കാലങ്ങളിലെ ഓഡിറ്റിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും. അപ്പോൾ ഓഡിറ്റിങ്ങിന്റെ ശരിക്കും അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, ട്രഷറികളിലേക്ക് കൃത്യമായി പണം അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തൽ. പണം എവിടെന്നെങ്കിലും റവന്യൂ കളക്ട് ചെയ്താൽ പോരാ, അത് കൃത്യമായിട്ട് ട്രഷറികളിലേക്ക് അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ കുടിശ്ശികകൾ എന്തെങ്കിലുമൊക്കെ ഈടാക്കാനുണ്ടെങ്കിൽ അതിന് ശക്തമായി നടപടി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അങ്ങനെ സഹായിക്കുന്ന എങ്ങനെ? ഓഡിറ്റിംഗ് ആണ് അത് സഹായിക്കുക. നിക്ഷേപങ്ങളുടെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കണം. ഇപ്പൊ നിക്ഷേപങ്ങളുടെ കണക്ക് കൃത്യമായിട്ട് കാണിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ എന്ത് വേണം? ഓഡിറ്റിംഗ് നടത്തണം. അപ്പോൾ ഓഡിറ്റിങ്ങിന്റെ അടിസ്ഥാന തത്വത്തിലാണ് അത് വരുന്നത്. കണക്കുകൾ തിട്ടപ്പെടുന്നതിനെയും പ്രാദേശികമായി പരിശോധിക്കുന്നതിന്റെയും ആവശ്യകത ഓഡിറ്റിംഗിലാണ് ബോധ്യമാകുക. നിശ്ചിത ഇടവേളകളിൽ ഏതൊരു സംഗതിയിലും സ്റ്റോക്ക് എടുപ്പ് നടത്തണം. സ്റ്റോക്കിന്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഈ ഓഡിറ്റിങ്ങിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഏറ്റവും തലപ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ അതിന് നമ്മൾ ചുരുക്കത്തിൽ CAG എന്നാ പറയുക, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ ഇന്ത്യൻ ഭരണഘടന CAGയെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്വതന്ത്ര സ്വയംഭരണ സ്ഥാപനമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. CAG ഒരു സ്വതന്ത്ര സ്വയംഭരണ സ്ഥാപനമാണ്. നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന പണം പോലും നിയമപ്രകാരമാണോ അല്ല അധികമായാണോ അല്ലെങ്കിൽ ക്രമപ്രകാരം അല്ലാതായോ മറ്റോ ചെലവാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം CAGക്കുണ്ട്. നിയമസഭ പാസാക്കുന്ന പണം പോലും. അതാണ് പ്രത്യേകത. അപ്പോൾ CAG ഓഫീസിൽ ഭരണഘടന മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് CAG ചുമതലയേൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും പോലെ ആരോടും പ്രീതിയോ പ്രതിപത്തിയോ വിദ്വേഷമോ ഇല്ലാതെ നിർഭയം പ്രവർത്തിക്കുമെന്ന് ഭരണഘടന മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് CAG ഓഫീസിൽ ചുമതലയേൽക്കുന്നത്. ഇനി ഭരണഘടനയുടെ 148 ആർട്ടിക്കിൾ പ്രകാരം രാഷ്ട്രപതിയാണ് CAGയെ നിയമിക്കുന്നത്. ഒരിക്കൽ നിയമിതനായി കഴിഞ്ഞാൽ പിന്നെ അയാളെ നീക്കണമെങ്കിൽ സുപ്രീം കോടതിയെ നീക്കാനുണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ, ഒരു ജഡ്ജിയെ നീക്കുന്ന അതേ മാതൃകയിൽ മാത്രമേ CAGയെയും മാറ്റാൻ വേണ്ടി, നീക്കം ചെയ്യാൻ വേണ്ടി കഴിയൂ. പിന്നെ CAGക്കുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ വിരമിക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്ത ശേഷം പിന്നീട് ഒരു സർക്കാർ പദവിയിലും പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ CAG അത്രയും പ്രധാനപ്പെട്ട ഒരു പദവി ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി കേന്ദ്ര സിവിൽ പെൻഷനുകൾ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തുടങ്ങിയവരുടെ എല്ലാം അക്കൗണ്ടുകൾ സമാഹരിക്കുക എന്നതാണ് CAGയുടെ 1971 ആക്ട് പ്രകാരം CAGയുടെ ഉത്തരവാദിത്തമാണ്. കേന്ദ്ര സിവിൽ പെൻഷനുകൾ, ഒരിക്കൽ കൂടി പറയാണ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അവരുടെ ഒക്കെ അക്കൗണ്ടുകൾ സമാഹരിക്കുക എന്നതാണ് CAGയുടെ ഉത്തരവാദിത്തം. ഇനി CAG അക്കൗണ്ടുകൾ സമാഹരിച്ച് അതത് യൂണിറ്റിൽ എന്ന് പറഞ്ഞാൽ അതത് ഹെഡിൽ വരുന്ന വാർഷിക വരവ് ചെലവ് കണക്കാക്കി രാഷ്ട്രപതി, ഗവർണർ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരെ ഏൽപ്പിക്കണമെന്നാണ് സെക്ഷൻ 11 പറയുന്നത്. അപ്പോൾ CAG അക്കൗണ്ടുകൾ സമാഹരിച്ച് അതത് ഹെഡിൽ വരുന്ന, ഓരോ ഹെഡായിട്ടാണല്ലോ വരുന്നത്, ഓരോ ഹെഡിലും വരുന്ന വാർഷിക വരവ് ചെലവ് കണക്ക് തയ്യാറാക്കി രാഷ്ട്രപതി, ഗവർണർ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം, അതൊക്കെയാണല്ലോ തലവന്മാർ. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും.
അവരെ ഏൽപ്പിക്കണം എന്നാണ് ഈ ചട്ടം സെക്ഷൻ 11 പറയുന്നത്. ഇനി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ലെജിസ്ലേറ്റീവ് അസംബ്ലികളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബജറ്റ് തയ്യാറാക്കാൻ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകണമെന്നാണ് സെക്ഷൻ 12 പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ലെജിസ്ലേറ്റീവ് അസംബ്ലികളുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ബജറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും ആര് നൽകണം? CAG നൽകണമെന്നാണ് സെക്ഷൻ 12 പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഏകീകൃത ഫണ്ടിൽ നിന്നുള്ള എല്ലാ ചെലവുകളും ഓഡിറ്റ് ചെയ്ത് പ്രസ്തുത ഫണ്ട് നിയമപ്രകാരമാണോ ചെലവഴിച്ചതെന്നും ഏത് ആവശ്യത്തിനാണോ നിശ്ചയിച്ചിരുന്നത് ആ ആവശ്യത്തിന് പ്രയോജനപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളും CAG പരിശോധിക്കണം. അത് ആണ് സെക്ഷൻ 13 പറയുന്നത്. ഇനി നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഗ്രാന്റും സഹായവും വായ്പയും നൽകുന്ന സ്ഥാപനങ്ങളും ഒക്കെ തന്നെ നമ്മൾ CAG ഓഡിറ്റ് ചെയ്യണം എന്നാണ് ഈ സെക്ഷൻ 14-15 പറയുന്നത്. അതാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 16 പറയുന്നത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പ്രകാരമാണോ ഫണ്ട് അനുവദിച്ചതും ഉപയോഗിച്ചതെന്നും ഓഡിറ്റ് ചെയ്യണം. ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പ്രകാരമാണോ ഫണ്ട് അനുവദിച്ചതെന്നും അത് ഉപയോഗിച്ചതെന്നും ഓഡിറ്റ് ചെയ്യണം. ഇനി സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള CAGയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും സെക്ഷന് 14, 15, 19, 20 വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് സെക്ഷൻ 20 പ്രകാരമുള്ള കൺസെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് സമ്മതപ്രകാരമുള്ള ഓഡിറ്റിംഗ്. ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ സ്വമേധയാ ഓഡിറ്റിങ്ങിന് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ സ്ഥാപനവും സർക്കാരും തമ്മിലുള്ള ധാരണ പ്രകാരം CAGക്ക് ഓഡിറ്റ് ഏറ്റെടുക്കാവുന്നതാണ്. മറ്റൊന്ന്, ഭരണഘടനയും ആക്റ്റും നിർദ്ദേശിക്കുന്നതിനും അപ്പുറം പാർലമെന്റ് പാസാക്കുന്ന മറ്റു വിഭാഗങ്ങളിലും ഓഡിറ്റ് നടത്തണമെന്നാണ് സെക്ഷൻ 9 പറയുന്നത്. അതിന് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഓഡിറ്റ് എന്ന് പറയും, പ്രഖ്യാപിത ഓഡിറ്റ്. അടുത്തത്, ട്രഷറി ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും പരിശോധിക്കാനുള്ള അധികാരം CAGക്കുണ്ട്. ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഫയലുകളും മറ്റും പരിശോധനയ്ക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ബന്ധപ്പെട്ടവർ എത്തിക്കണം. കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമെല്ലാം ചോദ്യങ്ങൾ തയ്യാറാക്കി ഈ ബന്ധപ്പെട്ടവരോട് CAGക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് പാർലമെന്റിനോ അതാത് നിയമസഭകളിലോ സമർപ്പിക്കണമെന്നാണ് ആർട്ടിക്കിൾ 151 പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറയാം. ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കേട്ട് നോക്കാം. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ചോദ്യമാണ് ഞാൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അധികാരമാണ്. അതിൻ്റെ ആൻസർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 149, 150 ആർട്ടിക്കിൾസ് പ്രകാരമാണ് ഈ അധികാരം CAGക്ക് വന്നിട്ടുള്ളത്. ഇനി കൺട്രോളർ, അടുത്ത ചോദ്യമാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സേവന വ്യവസ്ഥകളും അദ്ദേഹത്തിന്റെ ചുമതലകളും അധികാരങ്ങളും നിർണയിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ്? ആൻസർ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് ആക്ട് 1971 അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ നിർണയിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1971 CAGയുടെ അധികാരങ്ങളും
ചുമതലകളും ഒക്കെ നിശ്ചയിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ഓഫീസുകളുടെ മേധാവി ആരാണ്? ഫീൽഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഓരോ ഏരിയയിലുമുള്ള ഫീൽഡിലുമുള്ള ഓഫീസാണ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏജീസ് ഓഫീസാണ്, അക്കൗണ്ടന്റ് ജനറൽ ഓഫീസാണ്. ആ ഓഫീസുകളുടെ മേധാവി അക്കൗണ്ടന്റ് ജനറലാണ്. അപ്പോൾ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ഓഫീസുകളുടെ മേധാവി എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. ഓക്കെ. ഇനി പൊതുജനങ്ങളിൽ നിന്നും വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്നും പണം സ്വീകരിക്കുന്നതിനും സർക്കാരിന് നൽകാനുള്ള ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിനും ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ ആരാണ്? അപ്പൊ പൊതുജനങ്ങളിൽ നിന്നും വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്നും പണം സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവായി അല്ലേ? പൊതുജനങ്ങളിൽ നിന്നും വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്നും പണം സ്വീകരിക്കുന്നത് ആരാ ശരിക്കും? ഇപ്പൊ തന്നെ ഉത്തരവായി കഴിഞ്ഞു. ആരാണ്? ട്രഷറി ഓഫീസറാണ്. ട്രഷറി ഓഫീസറാണ്. അടുത്ത ചോദ്യം. ഇന്ത്യ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന എല്ലാ പൊതു നിയമങ്ങളും ഉത്തരവുകളും, അതായത് സേവന വസ്തുക്കൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത് ആരാണ്? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അടുത്ത ചോദ്യം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മെഡിക്കൽ വകുപ്പിലേക്ക് ഏതെങ്കിലും ഭൂമിയോ കെട്ടിടമോ കൈമാറ്റം ചെയ്യുമ്പോൾ കൈമാറ്റം എങ്ങനെ നടത്തണം? ഇത് നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ കോഡിൽ കണ്ടതാണ്. അതായത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിന് ഭൂമിയോ കെട്ടിടമോ കൈമാറ്റം ചെയ്താൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൊടുക്കേണ്ടത്, സൗജന്യമായിട്ടാണ് കൈമാറ്റം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ KFCയിൽ പഠിച്ചിട്ടുള്ളത്. ആൻസർ അതുകൊണ്ട് സൗജന്യമായിട്ടാണ്, ഫ്രീ ഓഫ് ചാർജ് ആണ്. അടുത്ത ചോദ്യം. ഗവർണർ തന്റെ നിയമനിർമ്മാണാധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ നിയമസഭയിൽ വെക്കേണ്ടതുണ്ട്. നിയമസഭ വീണ്ടും കൂടുന്ന തീയതി മുതൽ എത്ര ആഴ്ചകൾ കഴിയുമ്പോൾ അത് അസാധുവാകും? നമ്മൾ സാധാരണഗതിയിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് നിയമമാക്കാൻ പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ, നിയമമാക്കാൻ കാലതാമസം വരുന്ന ഘട്ടങ്ങളിലൊക്കെയാണ് ഒരു സംഭവം ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിക്കുന്നത്. ആ ഓർഡിനൻസ് ആയി പുറപ്പെടുവിക്കുന്ന ഗവർണറാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഓർഡിനൻസ് ശുപാർശ ചെയ്യുന്നത് മന്ത്രിസഭയാണെങ്കിലും അത് ഒപ്പിടുന്നത് ഗവർണറാണ്. അതുകൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ശരിക്കും ഗവർണറാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡിനൻസ് നിയമസഭയിൽ വെക്കേണ്ടതുണ്ട്. നിയമസഭ വീണ്ടും കൂടുന്ന തീയതി മുതൽ എത്ര ആഴ്ചകൾ കഴിയുമ്പോൾ അത് അസാധുവാകും? അത് 6 ആഴ്ചകൾ കഴിയുമ്പോൾ ഇത് അസാധുവായിപ്പോകും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഓർഡിനൻസ് ചിലപ്പോൾ നിയമസഭ കൂടാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ നിയമസഭ കൂടാൻ ചിലപ്പോൾ ഇനിയും 2 മാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പം തൽക്കാലം ഓർഡിനൻസ് പുറപ്പെടുവിച്ച് അത് പ്രായോഗിക തലത്തിൽ വന്നു, ഗവർണർ ഒപ്പിട്ടു, ഓർഡിനൻസ് ആയി. എന്നാൽ ഈ ഓർഡിനൻസ് നിയമസഭ കൂടുമ്പോൾ നിയമസഭയിൽ വെക്കണം. അത് അതിനുശേഷം നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിയമമായി. അപ്പൊ അതുവരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നിയമസഭ കൂടുന്ന തീയതി മുതൽ 6 ആഴ്ചക്കുള്ളിലാണ് ഇത് ലാപ്സാവുക. 6 ആഴ്ച കഴിയുമ്പോഴാണ് ലാപ്സാവുക. ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതി മുതലല്ല, അടുത്ത നിയമസഭ എപ്പോഴാണോ കൂടുക ആ കൂടുന്ന തീയതി മുതൽ 6 ആഴ്ചക്കുള്ളിലാണ്, 6 ആഴ്ച കഴിയുമ്പോഴാണ് ഇത് ലാപ്സാവുന്നത്. എന്ത്? ഓർഡിനൻസ് ലാപ്സാവുന്നത്. അടുത്ത ചോദ്യം. എല്ലാ ഹൈക്കോടതികളിലും ഒരു ചീഫ് ജസ്റ്റിസും പ്രസിഡന്റ് നിയമിക്കുന്ന ഡാഷ് മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കും. പ്രസിഡന്റ് നിയമിക്കുന്ന എത്ര ജഡ്ജിമാരുണ്ടായിരിക്കും എന്നാ പറയുന്നത്? എത്രയുണ്ടാവും? അത് പ്രസിഡന്റ് തീരുമാനിക്കുന്ന അത്ര മറ്റ് ജഡ്ജിമാരെന്നാവും ആൻസർ. അല്ലാതെ നമ്മൾ കൃത്യമായ എണ്ണം പറഞ്ഞിട്ടല്ല. പ്രസിഡന്റ് എത്ര പേരെ നിയമിക്കാനാണോ തീരുമാനിക്കുന്നത് അത്രയും ജഡ്ജിമാരുണ്ടാവും. അടുത്ത ചോദ്യം. ഒരു പ്രത്യേക കാലാവധി നിശ്ചയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. താഴെ പറയുന്നതിൽ
ഒരു പ്രത്യേക കാലാവധി നിശ്ചയിച്ചിട്ടുള്ള തസ്തിക ഏതാണ്? അതിന് നമ്മൾ ഈ കാലാവധി നിശ്ചയിച്ചിട്ടുള്ള തസ്തിക ടെനർ പോസ്റ്റ് എന്നാണ് പറയാം. അത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അതില് ഇലക്ഷൻ കമ്മീഷണർ സെൻട്രൽ, CRAG, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടെനർ പോസ്റ്റ് എന്ന് പറയുന്നത് അത് CRAG ആണ്, ടെനർ പോസ്റ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് തസ്തികയിൽ ഇരിക്കുന്ന ആളാണ് ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്? നമുക്കറിയാം CAG ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അധികാരം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് CAG എന്ന് പറയുന്ന ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. CAG ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഡയറക്ടർ ഓഫ് വിജിലൻസ്, ക്യാബിനറ്റ് സെക്രട്ടറി. അപ്പൊ ഇതിൽ CAG മാത്രമാണ് ഈ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അത് CRAG ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഉന്നത വ്യക്തികളിൽ ചില സാഹചര്യങ്ങളിൽ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കുന്നതിന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത് ആർക്കാണ്? പാർലമെന്റില് ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കുന്ന പിന്നെ ആരാണ് ഉന്നത വ്യക്തികൾ? അത് നമ്മൾ സുപ്രീം കോടതി ജഡ്ജിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ജഡ്ജി ഇംപീച്ച് ചെയ്യാൻ തീരുമാനമായി, അയാൾ ചെയ്യുന്നതിന് മുമ്പ് അയാൾ രാജിവൊക്കെ കണ്ടല്ലോ നമ്മൾ. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയാണ് ശരിക്കും ഈ ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കുന്നതിന് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന്. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG നിയമിക്കാൻ അധികാരപ്പെട്ട അധികാരി ആരാണ്? CAGയെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം CAGയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആൻസർ പ്രസിഡന്റ്. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.